ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസൊണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ പോസിറ്റീവായി തിങ്ക് ചെയ്യുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റുള്ളവരുടെ ഇടപെടൽ കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകർന്നു പോയ ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു സമയം. നിങ്ങളുടെ പേഴ്സണൽ എനർജി നോക്കാം. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞത് ഒരു പക്ഷേ ഏജ് കൂടുതലുള്ള ഒരു വ്യക്തിയായിരിക്കാം, വളരെ മെച്യൂരിറ്റി ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. ഈ വ്യക്തിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ ഏജ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ പേഴ്സണ് പ്രായത്തേക്കാൾ കവിഞ്ഞ പക്വതയുള്ള ഒരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനാണ് കാണുന്നത്. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തി ആ തേർഡ് പാർട്ടി എന്നുള്ള എനർജിയെയും ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ഈ ഒരു സമയം. അത് കാരണം ചില സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരികെ വരണം, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് ചിന്തിക്കുന്ന ആ ഒരു സെയിം സമയം തന്നെ തേർഡ് പാർട്ടിയെ പറ്റി ആ വ്യക്തി ചിന്തിക്കുകയാണ്. അത് കാരണം ഈ വ്യക്തിക്ക് രണ്ട് സിറ്റുവേഷനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുകയാണ് ഈ ഒരു വ്യക്തി ഈ ഒരു സമയം. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻ എൻഡായി പോയതായിരിക്കാം, നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോയതായിരിക്കാം. ആ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ടിട്ട് ആ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെ മൂവ് ഓൺ ചെയ്തതായിട്ടാണ് കാണുന്നത്. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ അമ്മയായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി. ഈ ഒരു തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഈ തേർഡ് പാർട്ടിയുടെ വാക്കുകളാണ് ഈ പേഴ്സൺ ഇപ്പോൾ കേൾക്കുന്നത്. ഈ തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതായിട്ടാണ് ഈ ഒരു പേഴ്സൺ ഈ സമയം കാണുന്നത്. നിങ്ങൾ അങ്ങോട്ട് അവരെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങൾ അവർക്ക് സ്നേഹം വെച്ച് നീട്ടുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ പേഴ്സൺ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം തേർഡ് പാർട്ടി എനർജി ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പേഴ്സണ് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാനോ നിങ്ങളിലേക്ക് തിരികെ വരണമെന്നോ ഒന്നും ഈ പേഴ്സൺ ചിന്തിക്കുന്നില്ല. ഈ പേഴ്സൺ അക്കരെപ്പച്ച നല്ലതായിട്ട് തോന്നുന്നു, അതുകൊണ്ട് ആ പേഴ്സൺ അവിടെ നിൽക്കുന്നു എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സമയം ഒരുപാട് വിഷമവും ഡിപ്രഷനും ഒക്കെ ഉള്ളതായിട്ടാണ് കാണുന്നത്. ഈ പേഴ്സണെ ഓർത്ത് ഒരുപാട് കരയുക, രാത്രിയിൽ എഴുന്നേറ്റിരിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കാണുന്നത്. ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷന് ശേഷം നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളത് നോക്കാം. ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരണമെങ്കിൽ ആ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി ഇനി ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്.
ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കായി പോയത് കൊണ്ട് തന്നെ ഇനി ആ റിലേഷനിൽ ഒരു വിശ്വാസം കൊണ്ടുവരേണ്ടത് ഈ പേഴ്സൻ്റെ ചുമതലയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ വേണം ഇനി ഒരു ഹാർഡ് വർക്ക് ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി പുതുക്കാൻ വേണ്ടിയിട്ട്. അപ്പം തന്നെയല്ല നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടിയും വരും. ആ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ വ്യക്തി ഒരു കമ്മിറ്റ്മെൻറ്റിന് തയ്യാറല്ല. നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ നിങ്ങൾ ഈ പേഴ്സൻ്റെ സ്വഭാവം കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു സ്വഭാവമായിരിക്കാം. ഈ പേഴ്സൻ്റെ കൂടെ വളരെ ക്ഷമയോടെ അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും നിങ്ങൾ ഈ ഒരു സമയം വരെ ജീവിച്ചിരുന്നത്. അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങളുടെ എനർജി. നിങ്ങൾ വളരെ ശാന്തമായ ഒരു സ്വഭാവമായിട്ടാണ് നിങ്ങളുടെ കാണുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നു. നിങ്ങൾ ആ പേഴ്സൻ്റെ വാക്കുകൾ കേൾക്കണം, അനുസരിക്കണം, അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കൊരു വാല്യൂ തരണമെന്ന് നിങ്ങളിപ്പോൾ വളരെയധികം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് തരണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ നോക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആകുമോ? ഇപ്പോഴത്തെ കറണ്ട് എനർജിയിൽ ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത്. ഇവിടെ ഫ്യൂച്ചർ എനർജി നോക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതായിട്ടാണ് കാണുന്നത്. അത് കാരണം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് ചിലപ്പോൾ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഫ്യൂച്ചറിൽ നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ നിങ്ങൾ സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൻ്റെ എനർജിയിലാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോവുമായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾ ജീവിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ എനർജിയിൽ. ഈ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് കൂടെ നോക്കാം. യൂണിവേഴ്സിൻ്റെ ഗൈഡൻസും കൂടെ നോക്കാം നമുക്ക്. നിങ്ങൾ ഹീൽ ചെയ്യാനാണ് പറയുന്നത് ഈ ഒരു സമയം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ച ഒരുപാട് ട്രോമാസ് നിങ്ങളുടെ ഉള്ളിൽ കാണുമായിരിക്കാം. നിങ്ങളുടെ സോൾ ഹീലാവാനാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വർക്കാവാത്ത സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനാണ് ഇപ്പോൾ യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ്. മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ സോളിനെ ഹീലാക്കുക. അതാണിപ്പോൾ യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ്.